So good morning students. നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വീഡിയോയിൽ ചെയ്തത് പ്രൊജക്ഷൻ സോളിഡ്സിലെ സിമ്പിൾ പൊസിഷനിൽ ഒന്ന് രണ്ട് വീഡിയോസ് എങ്ങനെയാണ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നത്, എന്താണ് ഇതിന്റെ സ്റ്റെപ്സ്, അത് ഉപയോഗിച്ച് നമ്മൾ രണ്ട് എക്സാമ്പിൾ പ്രോബ്ലംസ് കണ്ടു. നമ്മളിന്ന് മൂന്നാമത്തെ പ്രോബ്ലമാണ് സിമ്പിൾ പൊസിഷനിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്ന മൂന്നാമത്തെ പ്രോബ്ലമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ triangle. So what is the triangle? And a triangular prism ആണ് ചെയ്യുന്നത്. So draw the projection of a triangular prism with base edge 35 mm and axis height 75 mm is resting in such a way that the base is parallel and 15 mm in front of it. Remember, the base is parallel and 15 mm in front of EP, which is parallel 15 mm in front of EP, and the base edge is perpendicular to HP and axis is 45 mm above HP. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഡേറ്റാസ് നമുക്ക് ആദ്യം വേണം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ ദി സോൾഡ്. അപ്പോൾ സോൾഡ് ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഏതാണ്? ട്രയാങ്കുലർ പ്രിസം ആണ്. ട്രയാങ്കുലർ പ്രിസം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ സോൾഡ് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നതാണ് നമ്മുടെ ട്രയാങ്കുലർ പ്രിസം. ബേസ് ട്രയാങ്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡും ട്രയാങ്കുലർ ഉള്ള ഷേപ്പാണ് ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലോട്ട് ഈ സോൾഡ് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ ആ സോൾഡ് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദി ബേസ് ഷേപ്പ്. സോ ഓൾമോസ്റ്റ് സോൾഡ് ട്രയാങ്കുലർ പ്രിസം ആയതുകൊണ്ട് ബേസ് ഷേപ്പ് എന്തായാലും ട്രയാങ്കുലർ. നമ്മൾ സോൾഡ് ഐഡന്റിഫൈ ചെയ്തു, ബേസ് ഷേപ്പ് ഐഡന്റിഫൈ ചെയ്തു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഈ ട്രയാങ്കിൾ വരച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ബേസ് ഷേപ്പ് വരച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസ് ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ വരച്ചാണ് നമുക്ക് തുടങ്ങാനായിട്ട്. ഇനി എക്സ് വൈ ലൈനിന് മുകളിൽ വരയ്ക്കുക, താഴെ വരയ്ക്കുക. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് എക്സ് വൈ ലൈനിന് മുകളിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ, എക്സ് വൈ ലൈനിന് താഴെയാണെങ്കിൽ ഇറ്റ് ഈസ് ടോപ്പ് വ്യൂ. അപ്പോൾ ഈ സോൾഡിന്റെ കേസിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചാണ് തുടങ്ങുന്നത്, ടോപ്പ് വ്യൂ വരച്ചാണ് തുടങ്ങുന്നത്. ഏത് വ്യൂവിലാണ് മെയിൻ ഷേപ്പ് വിസിബിൾ ആവുന്നത്? അപ്പോൾ അതറിയണമെങ്കിൽ സോൾഡ് ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ വിസിബിൾ ആവും, സോൾഡ് ഇങ്ങനെയാണെങ്കിൽ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ബേസ് ഷേപ്പ് നമ്മൾ ട്രയാങ്കിൾ കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ സോൾഡിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത്? നോക്കി, the solid is resting in such a way that the base is parallel and 15 mm അല്ലേ? ബേസ് is parallel and 15 mm in front of VP എന്നാണ്. So solid the base എന്ന് പറഞ്ഞാലോ, so base parallel and 15 mm in front of VP. vertical plane, നമ്മുടെ vertical plane അറിയാലോ, ഇതാണ് നമ്മുടെ vertical plane. നമുക്ക് ബോർഡ് തന്നെ കാണിച്ചു തരാം. അപ്പോൾ vertical plane പാരലൽ ആണ് ബേസ്. ഈ ബേസ് എന്ന് പറഞ്ഞാൽ vertical plane പാരലൽ ആണ് and 15 mm in front. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. അപ്പം ഗ്രീൻ പറഞ്ഞ ഈ ബോർഡിൽ ടച്ച് ചെയ്ത് നിൽക്കുകയല്ല, vertical plane കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. എത്രയാണ് ഈ ഗ്യാപ്പ്? ബോർഡിൽ നിന്ന് ഈ ബേസിലോട്ടുള്ള ഗ്യാപ്പ് 15 mm എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? നേരത്തെ കഴിഞ്ഞ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തിരുന്നത് എന്താണ്? റെസ്റ്റിംഗ് ഓൺ HP അല്ലെങ്കിൽ ബേസ് ഈസ് പാരലൽ ആൻഡ് 10 mm above HP. ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതോടെ എടുത്ത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ സിമിലർലി വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ബേസ് വെർട്ടിക്കൽ പ്ലെയിൻ ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവാം, ബേസ് വെർട്ടിക്കൽ പ്ലെയിനിന് ഫ്രണ്ടിലോട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളൂ. ഹൊറിസോണ്ടൽ പ്ലെയിനുള്ള ഗ്യാപ്പാണ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനുള്ള ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ബോർഡുമായിട്ട് വയ്ക്കുന്ന ഗ്യാപ്പ് നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ അത് കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി സോൾഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് വെർട്ടിക്കൽ പ്ലെയിനിൽ ടച്ച് ചെയ്തിട്ടില്ല, ടച്ച് ചെയ്തല്ല നിൽക്കുന്നത്. ഒരു 15 mm നമ്മുടെ 15 ആണ്. ഫ്രണ്ടിലോട്ട് പോകുന്നതോറും അത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴോട്ട്. ഇപ്പോൾ 15 mm ഇൻ ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെയാണ് സോൾഡിന്റെ പൊസിഷൻ. ഈ അവിടെ തന്നെ ഓറിയന്റേഷൻ പറഞ്ഞിട്ടുണ്ട്, വൺ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബേസ് എഡ്ജ് എന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ടു HP, പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞായിരിക്കണം ഇരിക്കണം. ഓക്കെ ആണോ? നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് സോൾഡ് കിട്ടി, ബേസ് ഷേപ്പ് കിട്ടി, അത് എക്സലിന് മേളിലാണോ താഴെയാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് സോൾഡ് ഇങ്ങനെയല്ല നിൽക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എങ്ങനെ വന്നേനെ? either resting on HP or axis perpendicular to HP or base parallel to HP എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? is resting on അല്ലെങ്കിൽ resting on VP, axis perpendicular to VP അല്ലെങ്കിൽ base parallel to VP ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? the base is parallel to VP and 15. അപ്പോൾ ബേസ് ഇത് ടച്ച് ചെയ്തിട്ടില്ല, ഇത്രയും. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താ? axis perpendicular to VP എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്.
നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ അതിന്റെ ബേസ് ഷേപ്പ് ട്രയാങ്കിൾ വിസിബിൾ ആയിരിക്കും. സോ വിസിബിൾ ഇൻ ഫ്രണ്ട് വ്യൂ ആണ് ട്രയാങ്കിൾ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ബേസ് ഷേപ്പ് വരുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ XY ലൈനിന് മുകളിൽ വേണം നമ്മളപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട്. പിടിയോ? XY ലൈനിന് മുകളിൽ വേണം നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ. അപ്പോൾ അത്രയും കാര്യം നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകണം. XY ലൈൻ ആണ് വരയ്ക്കുന്നത്. സോ XY ലൈൻ വരച്ചു. സോ XY ലൈനിന്റെ മുകളിൽ വേണം നമ്മുടെ ട്രയാങ്കിൾ. ഇനി അത് എത്ര മുകളിലോട്ട്? അപ്പോൾ ഇവിടെയാണ് ഇച്ചിരി മുകളിലാണോ? ഇച്ചിരി എന്തായാലും ടച്ച് ചെയ്തിട്ടില്ല. ഒരു 50 mm ഗ്യാപ്പുണ്ട്. ഇനി അത് എത്ര മുകളിലോട്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എത്ര മുകളിലോട്ടാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. നോക്കി എന്താണ് പറയുന്നത്? ദി ആക്സിസ് ഓഫ് ദി സോളിഡ് ഈസ് 45 mm എബോവ് ഈച്ച്. അപ്പോൾ സോളിഡിന്റെ ആക്സിസ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കിളിന്റെ മിഡിലിൽ വരുന്ന പോയിന്റാണ് നമുക്ക് ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് XY ലൈനിന് 45 mm മുകളിലാണ്. അപ്പോൾ XY ലൈനിന് 45 mm മുകളിലാണ് നമ്മൾ ട്രയാങ്കിൾ വരച്ചാൽ അതിന്റെ മിഡ് പോയിന്റ് വരുന്നത്. അപ്പോൾ സോളിഡിന്റെ ആക്സിസ് ഇതിനകത്തുള്ള പോകുന്ന ഇമാജിനറി ലൈൻ, ആ ഇമാജിനറി ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 45 mm വരുന്നു. അപ്പോൾ ട്രയാങ്കിൾ വരച്ചാൽ അതിന്റെ മിഡിലായിട്ടുള്ള പോയിന്റ് XY ലൈനിൽ നിന്ന് 45 mm മേളിലായിരിക്കണം. ക്ലിയർ ആണോ? അപ്പോൾ XY ലൈനിന് 45 mm മേളിലാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ആക്സിസ് വരുന്നത്. ഇനി അത് കിട്ടി, പൊസിഷൻ കിട്ടി. ഇനി അവിടെ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയാണോ, 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 ഇങ്ങനെയാണോ? പല കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? ഓറിയന്റേഷൻ നമുക്ക് 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ബേസ് എഡ്ജ് പാരലൽ ആകാം, പെർപെൻഡിക്കുലർ ആകാം, ഇൻക്ലൈൻഡ് ആകാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് എന്താ? ദി ബേസ് വൺ ഓഫ് ദി ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു HT, പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാൻ ക്വസ്റ്റ്യൻ സൈഡിൽ കാണാൻ പറ്റുമെങ്കിൽ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബേസ് എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ. ഈ ഒരു ബേസ് എഡ്ജ് എന്തായിരിക്കണം? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഇരിക്കുന്നത്. ക്ലിയർ ആണോ? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. തിരിച്ച് ഈ ബേസ് എഡ്ജിനെ ഈ സൈഡിൽ വെച്ചിട്ട് വരയ്ക്കാം. ഇവിടെ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആക്കാം, അല്ലെങ്കിൽ തിരിച്ച് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഈ സൈഡിൽ വേണമെങ്കിൽ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ. നമ്മൾ അങ്ങനെ ഏത് സൈഡിലും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യും. പക്ഷേ ബേസ് എഡ്ജ് എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പോകണം. നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യം XY ലൈൻ വരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് നമുക്ക് XY ലൈൻ ഈ കേസിൽ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം എന്താ? XY ലൈൻ വരച്ച് 45 mm ഒരു പോയിന്റ് എടുത്ത് അതിനെ ബേസ് ചെയ്ത് ട്രയാങ്കിൾ വരയ്ക്കാൻ ഈസി പാടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത പോലെ നമ്മൾ ആദ്യം നമുക്കറിയാം XY ലൈനിന് വേൾഡ് വരണം എന്നുള്ളത്. 45 mm മുകളിലാണ് ആക്സിസ് വരുന്നത്. അവിടെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആക്കിയുള്ള സോൾഡ് ആദ്യം വരയ്ക്കുന്നു. 1 ബേസ് എഡ്ജ്. സോ വെർട്ടിക്കൽ ആയിട്ടുള്ള ബേസ് എഡ്ജ്, വെർട്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ ട്രയാങ്കിൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ട്രയാങ്കിൾ ഞാൻ ആദ്യം വരച്ചു. ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള ബേസ് എഡ്ജ്. ഇതിന്റെ ആക്സിസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആക്സിസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വരെയുള്ളൂ. കോർണർ പോയിന്റ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് തമ്മിൽ ലൈൻ വരയ്ക്കാം. അടുത്ത കോർണർ പോയിന്റ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് തമ്മിൽ ലൈൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് നമ്മൾ സമയം വേണം. സോ ആക്സിസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരിക്കലും ഇതിനകത്ത് ആക്സിസിന് ക്രോസ് ലൈൻസുകൾ വരയ്ക്കരുത്. അത് പിരമിഡിന്റെ കേസ് ചെയ്യുള്ളൂ. പ്രിസത്തിന് അങ്ങനെയില്ല. ട്രയാങ്കിൾ വേണ്ടി നമുക്ക് കാണാൻ പറ്റുന്ന ആക്സിസ് ചെയ്യുള്ളൂ. ഒരിക്കലും ഒരു പ്രിസത്തിനും ഈ സോൾഡിനകത്തുള്ള ക്രോസ് ലൈൻസ്, ആക്സിസുമായിട്ട് ഇരിക്കുന്ന ക്രോസ് ലൈൻസ്, ലോങ്ങർ എഡ്ജസുകൾ വിസിബിൾ ആയിരിക്കത്തില്ല. സോ അത് വരയ്ക്കരുത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാധാരണ സ്റ്റുഡൻസ് പ്രിസം വരുമ്പോൾ അതിനകത്ത് വരച്ചു മുന്നും പിരമിഡ് വരുന്ന കേസിൽ അത് വരയ്ക്കാതിരിക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പം പ്രിസത്തിന്റെ കേസിലാണ് ക്രോസ് ലൈൻസ് ഇല്ല. എല്ലാ പിരമിഡിനും നമ്മൾ ക്രോസ് ലൈൻസുകൾ വരും. ക്ലിയർ ആണോ? ഈ കേസിൽ ഇത്രയേ ഉള്ളൂ. പോയിന്റ് മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? 45 mm താഴോട്ടെടുത്ത് XY ലൈൻ വരും. സോ ആക്സിൽ നിന്ന് 45 mm താഴോട്ട് മെഷർ ചെയ്യുന്നു. 45 എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ XY ലൈൻ, ദിസ് ഈസ് XY ലൈൻ. ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് XY ലൈനിന് 45 mm ആയിട്ട് നമ്മുടെ സോൾഡിന്റെ ആക്സിസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോൾഡിന് നെയിം ചെയ്യണം. ഇപ്പൊ നെയിം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ 3 പോയിന്റ്സ് ഉണ്ട്, അതേപോലെ പുറകിൽ 3 പോയിന്റ്സ് ഉണ്ട് അല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 6 പോയിന്റ്സുകൾ വരും. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് ഞാൻ A, B, C എന്ന് പറഞ്ഞ 3 പോയിന്റ്സ് നെയിം ചെയ്താൽ പോയിന്റ് എയുടെ പുറകിൽ
കറസ്പോണ്ടിങ് ആയിട്ട് അതേ ട്രയാങ്കിളിൽ ഒരു പോയിന്റ് പുറകിലുണ്ട്. ഇത് പോയിന്റ് ബി ആണെങ്കിൽ അതിന് പുറകിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇത് സി ആണെങ്കിൽ അതിന് പുറകിൽ ഒരു പോയിന്റ്സ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഫ്രണ്ടിലും 3 പോയിന്റ്സ് ഉണ്ട്, പുറകിലും 3 പോയിന്റ്സ് ഉണ്ട് പ്രിസത്തിന്റെ കേസിൽ അല്ലേ. അപ്പോൾ സെയിം സെറ്റ് ഓഫ് പോയിന്റ്സ് പുറകിലുണ്ട്. അപ്പോൾ ഞാൻ ഏം ചെയ്യാൻ പോകുന്നത്, ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പോയിന്റ്സിന്റെ നമ്പറും പുറകിലുള്ള ഇവിടെയുള്ള പോയിന്റ്സിന്റെ ആൽഫബറ്റ്സും പുറകിലുള്ള പോയിന്റ്സിന്റെ നമ്പറും ഞാൻ കൊടുക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യാൻ പോകണം. ഞാൻ ഫ്രണ്ടിലുള്ള പോയിന്റ്സിന് കൊടുക്കുന്നു നമ്പർ കൊടുക്കും, ആൽഫബറ്റ്സ് കൊടുക്കുന്നു, പുറകിലുള്ള പോയിന്റ്സിന് നമ്പർ കൊടുക്കാൻ പോകും. സോ ഞാൻ ഫ്രണ്ടിലുള്ള പോയിന്റ്സിന്റെ പേര് ആദ്യം ഞാൻ പ്രസന്റ് ചെയ്യുന്നു. ദിസ് ഈസ് പോയിന്റ് എ, ദിസ് ഈസ് പോയിന്റ് ബി, ദിസ് പോയിന്റ് സി. ആണോ? അല്ല, നമ്മളിപ്പോൾ വരയ്ക്കുന്ന ഏതാണ്? ഫ്രണ്ട് വ്യൂ ആണ്. സോ ഫ്രണ്ട് വ്യൂ ആയതാണ് നമ്മൾ പ്രസന്റേഷൻ കറക്റ്റ് ആണ്. ദിസ് ഈസ് എ ഡാഷ്, ദിസ് ഈസ് ബി ഡാഷ്, ദിസ് ഈസ് സി ഡാഷ്. എക്സാക്ട് നമ്മൾ വരയ്ക്കുന്ന എല്ലാം ഫ്രണ്ട് വ്യൂ ആണ്. സോ എക്സാക്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഏത് പോയിന്റ്സ് ആയാലും നമ്മൾ ഡാഷ് കൊടുക്കണം. ഫ്രണ്ട് വ്യൂ റെപ്രസെന്റേഷൻ നമ്മൾ കാണിക്കാൻ. ക്ലിയർ ആണ്? അപ്പോൾ എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് 3 പോയിന്റ് ആയി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന് നേരെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അടുത്ത കുറച്ച് സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ട് അല്ലേ, പുറകിലായിട്ട്. എക്ക് പുറകിൽ ഒരു പോയിന്റ് ഉണ്ട്, ബിക്ക് പുറകിലുണ്ട്, സിക്ക് പുറകിലുണ്ട്. അപ്പോൾ സെയിം ആ പോയിന്റ്സ് പേര് കൊടുക്കുന്നു. എക്ക് നേരെ പുറകുള്ള പോയിന്റ് ഞാൻ 1 ഡാഷ്, ദിസ് ഈസ് 2 ഡാഷ് ആൻഡ് ദിസ് ഈസ് 3 ഡാഷ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പോയിന്റ് എ ആണ്, പോയിന്റ് എ ഇതാണ്. സോ ഇതിന് പുറകിൽ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എ ബി സി എ കാണുള്ളൂ, പുറകിലുള്ള പോയിന്റ്സിന് കാണില്ല. ബാക്ക് സൈഡിലുള്ള പോയിന്റ്സിന് കാണാത്ത പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് കൊടുക്കും. സോ 1 ഡാഷ് ബ്രാക്കറ്റ്, 2 ഡാഷ് ബ്രാക്കറ്റ്, 3 ഡാഷ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എ ബി സി എന്ന് പറയുന്നത് ഫ്രണ്ടിലുള്ള പോയിന്റ്സും ബ്രാക്കറ്റുള്ള പോയിന്റ്സും പുറകിലുള്ള കറസ്പോണ്ടിങ് പോയിന്റ്സുകളാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആക്സിലൂടെ പേര് കൊടുക്കണം. ആക്സിന് ഞാൻ പേര് കൊടുക്കുന്നു എം ഡാഷ്, എൻ ഡാഷ്. ക്ലിയർ ആണോ? സോ അതിൽ എൻ്റെ ഫ്രണ്ടിൽ എം പുറകിലാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് കൊടുത്തു. സോ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ്. സോ നമ്മൾ അടുത്ത വ്യൂ ചെയ്യാൻ പോകും. സോ ടോപ്പ് വ്യൂ ആയിട്ട് എക്സ്റ്റെൻഡ് താഴെ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓർഡർ ഈസ് ആക്സിസ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ആക്സിസ് ലൈനിനെ ഞാൻ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഹൈറ്റ് എടുക്കാൻ നോക്കി ഇങ്ങനെയാണ് സോൾഡ് ഇരിക്കുന്നത്. ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ഈ സോൾഡിന്റെ ലെങ്ത് കാണാൻ പറ്റും അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ ഇങ്ങനെ ഇരുന്ന സോൾഡിന്റെ ലെങ്ത് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ, ഹൈറ്റ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സോൾഡ് ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് ബി ആയിട്ടിരിക്കുന്ന സോൾഡിന്റെ ടോപ്പ് വ്യൂവിലായിരിക്കും അതിന്റെ ലെങ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സോൾഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കാണാൻ പറ്റും. അപ്പം മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ വ്യൂ ആണ് നമ്മുടെ താഴെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ക്ലിയർ ആണ്? ഇരിക്കുന്ന സോൾഡ് ഇതാണ് നമ്മുടെ സോൾഡ്. സോ ഇതിന്റെ ടോപ്പ് വ്യൂ എന്താണോ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. ഇത് ക്ലോക്ക്വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ്. സോ അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നൗ നമ്മൾ ഇത് എക്സ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് ഇവിടുന്ന് ഹൈറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി ഹൈറ്റ് എടുക്കുമ്പോൾ എന്താണ്? ഇത് വെർട്ടിക്കൽ പ്ലെയിൻ തന്നെയാണോ അതോ വെർട്ടിക്കൽ പ്ലെയിനിൽ ഗ്യാപ്പ് ഉണ്ടോ? അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബോർഡിൽ നിന്നുള്ള ഗ്യാപ്പ് ആണെങ്കിൽ 10 mm ആണെങ്കിൽ 10 mm, 20 mm ആണെങ്കിൽ 20 mm, 30 mm ആണെങ്കിൽ 30 mm. അപ്പോൾ എത്രയായാലും ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ നിന്ന് കാണാൻ പറ്റും. ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഈ സോൾഡിന്റെ ലെങ്ത് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് 15 mm, ബേസ് ഈസ് 15 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ 15 mm കഴിഞ്ഞിട്ടേ നമുക്ക് ഈ സോൾഡിന്റെ ലെങ്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ടോപ്പ് വ്യൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? എത്ര ഫ്രണ്ടിലോട്ടാണോ അത്രയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് താഴോട്ട് പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആക്സിൽ ഇവിടെ ആക്സിന്റെ പ്രൊജക്ട് ലൈനിൽ ഒരു 15 mm കൂടെ താഴോട്ട് എടുക്കും. സോ ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സോൾഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ നിന്ന് വേണം ഇതിന്റെ ലെങ്ത് എടുക്കാൻ. എത്രയാണ് സോൾഡിന്റെ ലെങ്ത്? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്? ബേസ് എഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരുന്നത് ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 35. സോ ഈ ബേസ് എഡ്ജ് 35 ആയിരുന്നു. ഹൈറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ 75 ആണ്. സോ ഇവിടെ നിന്ന് എത്ര എടുക്കണം? 75 വേണം ആക്സിന്റെ ലെങ്ത്. സോ ഇവിടെ നിന്നാണ് ആക്സിന്റെ ലെങ്ത് തുടങ്ങുന്നത്. ഈസ് 75. സോ ആക്സിസ് ലൈൻ വരയ്ക്കുന്നത് 75 mm മെഷർ ചെയ്തു. സോ ഇതാണ് നമ്മുടെ ആക്സ്.
അപ്പോൾ ആക്സിന്റെ പേര് കൊടുത്തത് ഞാൻ എമ്മിന് ബ്രാക്കറ്റ് കൊടുത്തു. സോ ഇവിടെ നോക്കുമ്പോൾ എം ഫ്രണ്ടിലും എം പുറകിലുമാണ്. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ വരണം. സോ ദിസ് പോയിന്റ് ഈസ് എം, ദിസ് പോയിന്റ് ഈസ് എം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും എൻ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞിട്ട് സാധാരണ എക്സ്പ്ലെയിൻ അടുത്ത് എം ആണോ മാർക്ക് ചെയ്തത്? അങ്ങനെയല്ല, എൻ ഫ്രണ്ടിലാണ്. സോ ഈ പോയിന്റ് ഇവിടെയാണ്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ വരും. അപ്പോൾ നിങ്ങൾ അതായത് ഇവിടെ ഇങ്ങനെ വ്യൂ ചെയ്യുന്നതായിട്ട് നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. പോയിന്റ്സ് വ്യൂ ചെയ്യുന്നത് നോക്കിയാൽ ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ എൻ ഫ്രണ്ടിൽ എം പുറകിൽ. സോ എം പുറകിൽ ക്ലിയർ ആണ്. ഇതാണ് നമ്മുടെ ആക്സിന്റെ കിട്ടുന്നത്. ഇനി നമ്മുടെ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഇവിടെയാണ് സോൾഡ് തീരുന്നത്. ഇനി പ്രിസമാണ് ലെങ്ത് വൈസ് ആയിരിക്കും. സോ എല്ലാ പോയിന്റ്സും എന്നിലോട്ടൊന്നും കണക്ട് ചെയ്യുന്നില്ല, പെരിപെൻഡിക്കുലറായിരുന്നു അങ്ങനെ. സോ ഇവിടെ നമ്മൾ ഓരോ പോയിന്റ്സുകളും പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് പോയിന്റ് പ്രൊജക്ടർ ലൈൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു പ്രൊജക്ടർ ലൈൻ പറഞ്ഞാൽ എയും 1 ബിയും 2 രണ്ടിന്റെയും പ്രൊജക്ടർ ലൈനുകളാണ്. സോ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ദെൻ ഇവിടെ നിന്ന് സോൾഡിന്റെ ലെങ്ത് താഴോട്ട്. സിമിലർലി സിയും 3യും പ്രൊജക്ട് ചെയ്യുന്നു. സിയും 3യും പ്രൊജക്ട് ചെയ്യുന്നു. ഇതൊരിക്കലും നടുക്കല്ല, ആക്സ് കുറച്ച് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ ഒരിക്കലും നടുക്കല്ല വരുന്നത്. സോ കിട്ടി. ഞാൻ ബേസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഡാർക്ക് ലൈൻസ് വരയ്ക്കുന്നു. സോ ഇതിന്റെ ബോർഡർ കംപ്ലീറ്റ് ചെയ്യുന്നു. ക്ലിയർ. പിന്നെ കൂടെ ചെയ്യാൻ പോവാണ്. അല്ലേ റെക്ടാങ്കിൾ ആയിട്ടല്ലേ കാണുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ റെക്ടാങ്കിൾ ഈ ഓരോ എഡ്ജും എടുക്കാം. ഇവിടെ ഏതൊക്കെ പോയിന്റ്സുകൾ വരും? ഇവിടെ ഏതൊക്കെ പോയിന്റ്സുകളാണ് വരുന്നത് നോക്കി. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ഇത് പുറകിലെ പോയിന്റ്സുകളാണ്. പുറകിലെ പോയിന്റ്സുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണ് പുറകിലെ പോയിന്റ്സ്. അപ്പോൾ അതിൽ ഈ പോയിന്റിൽ 1ൽ നിന്ന് പ്രൊജക്ട് ചെയ്യുമ്പോഴാണ്. സോ ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് വരും. 2 പ്രൊജക്ട് ചെയ്യുമ്പോൾ അതേ ലൈനാണ്. സോ ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റും വരും. അപ്പോൾ 1ഉം 2ഉം വന്നു. ഇവിടെ നമുക്ക് ഒറ്റ പോയിന്റ് ഉള്ളൂ 3. 1, 2, 3 എന്ന് പറയുന്നത് പുറകിലെ പോയിന്റ്സ് അല്ലായിരുന്നു. 1, 2, 3. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 1, 2, 3 ഇവിടെ വരും. എ ബി സി താഴെ. സോ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ താഴെ നിന്ന് നോക്കുന്നതായിട്ട് നിങ്ങൾ വേണം അസൈൻ ചെയ്യാൻ. ക്ലിയർ ആണോ? ഇത് വരച്ച് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ താഴെ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്നതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ അസ്യൂം ചെയ്താണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 1, 2, 3 ബാക്കിലെ പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലെ പോയിന്റ്സ്. സോ 1, 2, 3 ഇവിടെ ആയിരിക്കും എന്ന് ഫ്രണ്ടിലെ പോയിന്റ്. നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ എ ബി സി ഇവിടെ വരും. ഇനി നോക്കി ഇവിടെ 1ഉം 2ഉം വന്നു. അപ്പോൾ 2 പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഒന്നിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഏതിന് ബ്രാക്കറ്റ് കൊടുക്കും? നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ടോപ്പ് വ്യൂ ആണ്. സോൾഡിന്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വെച്ച് ഇനീഷ്യേറ്റ് ചെയ്താണ്. സോ ഇതിന്റെ മേളിൽ നിന്ന് നോക്കാം ടോപ്പ് വ്യൂ. സോ മേളിൽ നിന്ന് നോക്കുമ്പോൾ നോക്കി 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഏതായിരിക്കും? ഇത് 1, ഇത് 2. പുറകിലത്തെ പോയിന്റ്സ് ആണ്. പുറകിൽ എ ബി സി പുറകിൽ പോയി. ഇവിടെ താഴെ ഇവിടെ പുറകിലുള്ള ഈ പോയിന്റ് 1, ഇവിടെയുള്ള മേലുള്ള പോയിന്റ് 2. അപ്പോൾ മേളിൽ നിന്ന് നോക്കാൻ നമുക്ക് ഈ 2 അല്ലേ കാണുള്ളൂ. ഈ താഴെയുള്ള 1 കാണാൻ പറ്റുമോ? മേളിൽ നോക്കുമ്പോൾ ഇല്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെ വ്യൂ ചെയ്താൽ മതി. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് പോയിന്റ്സ് ടോപ്പ് വ്യൂ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കി അതിൽ 2 മേളിലാണ്. മേളിൽ നോക്കുമ്പോൾ 1 അതിന് താഴെയാണ്. സോ 1ന് ബ്രാക്കറ്റ്. ഇവിടെ നമുക്കൊന്നും വേണ്ട, ഒറ്റ പോയിന്റ് ഉള്ളതുകൊണ്ട് ഒന്നും വേണ്ട. ഈ താഴത്തെ പോയിന്റ്സുകളോ? താഴത്തെ പോയിന്റ്സുകൾ എ ബി. എയും ബിയുടെയും പ്രൊജക്ട് ലൈനുകളാണ്. സോ ഫ്രണ്ടിൽ വരുന്ന പോയിന്റ്സ് ആണ്. പോയിന്റ് ഈസ് എ ആൻഡ് ബി. Then ഈ point is C. Again A ഉം B ഉം രണ്ട് പോയിന്റ്സ് വന്നു. സോ മേളിൽ നോക്കുമ്പോൾ B മേളിലാണ്, താഴെയാണ് A. സോ A എന്ത് ചെയ്യും? ബ്രാക്കറ്റ് കൊടുത്തു. ക്ലിയർ ആണോ? ബ്രാക്കറ്റ് കൊടുത്തത്. സോ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുന്ന ടോപ്പ് വ്യൂവിന്റെ പോയിന്റ്സുകളുണ്ട്. ഇവിടെ നോക്കിയാൽ മേളത്തെ പോയിന്റ്സുകൾ കിട്ടും. ക്ലിയർ ആണോ? ഇത് ടോപ്പ് വ്യൂ നമ്മൾ വെച്ച് സോ ഈ ബേസ് ഷേപ്പിന്റെ മേളിൽ നിന്ന് വ്യൂ ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഫ്രണ്ടിലെ പോയിന്റ്സ് നമ്മൾ എ ബി സി, ബാക്കിലെ പോയിന്റ്സിന് 1, 2, 3, 4. എ ബി സി 1, 2, 3. ക്ലിയർ ആണോ? സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തത്? റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ടോപ്പ് വ്യൂ. സോ ദിസ് ഈസ് ടോപ്പ് വ്യൂ, ദിസ് ഈസ് ഫ്രണ്ട്. നമുക്ക് ഇതിനകത്ത് ഡയമെൻഷൻസ് ചെയ്യണം അല്ലേ? സോ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇറ്റ് ഈസ് 45. Next is 45. Then നമുക്ക് ബേസ് എഡ്ജ്, ഇവിടുത്തെ ബേസ് എഡ്ജിന്റെ ഡയമെൻഷൻ ചെയ്യാം. Then ഇവിടെ ഹൈറ്റ് എത്രയാണ്? It is 75. Then this distance
ഇത് 15 mm in front ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 5 then with the base edge base edge ന്റെ dimension കാണിക്കാം base edge is 35 എന്നാണ് പറഞ്ഞത് so dimensions എല്ലാം അപ്പോൾ ഇത് VP യിൽ റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP ഈ പൊസിഷനിൽ ഇരിക്കുന്ന സോളിഡിന്റെ സിമ്പിൾ പൊസിഷൻ നമ്മൾ ആദ്യത്തെ റോൾ ആണ് സോ XY ലൈനിന് മുകളിൽ വെച്ച് ഇങ്ങനെയായിരുന്നെങ്കിൽ XY ലൈൻ താഴെ വന്നേനെ ഇങ്ങനെയായിരുന്നു XY ലൈൻ അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷൻ എങ്ങനെയാണോ ഇരിക്കുന്നത് HP യിൽ ഇരുന്നാലും ലെവലിൽ ഇരുന്നാലും ഇങ്ങനെയാണോ അതോ VP യിലാണോ ഇരിക്കുന്നത് അതോ ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് ഇത് രണ്ടിൽ ഇതാണോ ഇതാണോ ഇത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് റീജിയൻ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണെങ്കിൽ XY ലൈൻ താഴെ ആയതുകൊണ്ട് ട്രയാങ്കിൾ വരച്ചുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ട്രയാങ്കിൾ ആണ് XY ലൈനിന് മുകളിൽ നിന്ന് ട്രയാങ്കിൾ വരച്ചു തുടങ്ങും പിന്നെ ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യാം ക്ലിയർ ആണോ ഈ പ്രോബ്ലം ഓക്കെ താങ്ക് യു